നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിച്ച, നമ്മളെ നടുക്കിയ ഒരു സംഭവം കൂടിയാണ്. രണ്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച ഉടനെ കൊലപ്പെടുത്തുന്ന സാഹചര്യം. ഒന്ന് 2021, അടുത്തത് 2024. അതിനുശേഷം ഇന്ന് പുലർച്ചെയാണ് ഈ യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തി ഈ കുറ്റം ഏറ്റുപറയുന്നത്. അത് ആ സ്ത്രീയും അയാളും തമ്മിലുണ്ടായ ഒരു പിണക്കത്തിൻ്റെ ഭാഗമായിട്ട് വന്ന പ്രശ്നത്തിലാണ് ഈ കുറ്റം ഏറ്റുപറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും പോലീസ് വളരെ വേഗത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോൾ രണ്ടുപേരും പിടിയിലായിരിക്കുന്നു. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങളുമായി ശരത് ഓങ്ങലൂർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ശരത്ത്, നമ്മളെല്ലാവരെയും നടുക്കിയ സംഭവമായിരുന്നു ആ കുഞ്ഞുങ്ങളുടെ കൊലപാതകം. അത് 2 കൊലപാതകം 3 വർഷങ്ങളുടെ വ്യത്യാസത്തിൽ സംഭവിച്ചിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ രണ്ടുപേരും പിടിയിലായിരിക്കുന്നു. പോലീസ് അടുത്ത നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞോ? മനു, ഇതിനകത്ത് തൃശൂർ റൂറൽ എസ് പി കൃഷ്ണകുമാർ പറയുന്ന പ്രകാരമാണെങ്കിൽ ഒരെണ്ണം കൊലപാതകമാണെന്ന് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഇവർ തന്നെ പറയുന്നുണ്ട്, പ്രതികൾ തന്നെ പറയുന്നുണ്ട്. രണ്ടാമത്തെ കുഞ്ഞ് പ്രസവിച്ച സമയത്ത് കരയുന്ന ശബ്ദം കേൾക്കുകയും വായ മൂടിക്കെട്ടിയോടുകൂടി ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആദ്യ കുഞ്ഞിന്റെ കാര്യത്തിനകത്ത് അവർ പറയുന്നത് കുഞ്ഞിന്റെ ഈ പൊക്കിൾ കൊടി കഴുത്തിൽ കുടുങ്ങിയാണ് മരണം എന്നായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഈ പറയുന്ന സ്ത്രീ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തിട്ടുണ്ടോ? ഇല്ല, ഇതിനകത്ത് പോലീസ് പൂർണ്ണമായിട്ടും വിശ്വാസം എടുത്തിട്ടുണ്ട്. കാരണം നിലവിൽ അവരുടെ തന്നെ മൊഴിയിൽ രണ്ടാമത്തെ കൊലപാതകമാണെന്ന് പറയുകയും ആദ്യത്തേത് കൊലപാതകമല്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും പോലീസ് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണം വേണം എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പോലീസ് ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ അസ്ഥികളുമായിട്ട് 25 വയസ്സുള്ള ബവിൻ, ആമ്പല്ലൂർ സ്വദേശിയാണ് അയാൾ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. മദ്യപിച്ച നിലയിലായിരുന്നു. എന്തുകൊണ്ടാണ് അയാൾ ഇപ്പോൾ ഈ സംഭവം പോലീസിനോട് വന്ന് പറയാനുണ്ടായ കാരണം? തീർച്ചയായിട്ടും ഇവർക്കിടയിൽ ഇവർ കഴിഞ്ഞ 6 വർഷത്തോളമായിട്ടുള്ള സൗഹൃദമുണ്ട്. എന്നാൽ